നമസ്കാരം, ഞാൻ തോമസ് കളത്തിപ്പറമ്പിൽ. ഇന്ന് മലയാള മനോരമയിൽ വായിച്ചൊരു വാർത്ത എന്താണെന്നറിയാമോ? നമ്മുടെ എറണാകുളം ഹൈക്കോർട്ടിൽ വാട്ടർ മെട്രോ സ്റ്റേഷനുണ്ട്. അവിടെ നിന്ന് ബസ് സർവീസ് ആരംഭിച്ചേക്കണേ സിറ്റിയിലേക്ക്. ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഈ മെട്രോ സ്റ്റേഷൻ്റെ പരിസരത്ത് കുറേ ഓട്ടോറിക്ഷകൾ നിരന്ന് കിടക്കുന്നത് കാണാം. അവരൊക്കെ അവിടെ ഈ ഓട്ടോറിക്ഷയുമായിട്ട് വന്ന് കിടക്കുന്നത് പലരും ലോൺ എടുത്ത് വാങ്ങിച്ച ഓട്ടോറിക്ഷ ആയിരിക്കും, ചിലരൊക്കെ ദിവസ വാടകയ്ക്ക് എടുത്ത ഓട്ടോറിക്ഷ ആയിരിക്കും. അപ്പോൾ ഇവരവിടെ വരുന്നത് അവരുടെയൊക്കെ കുടുംബം പുലർത്താൻ വേണ്ടിയിട്ടാണ്, അന്നു വേണ്ട ആഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അവരുടെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പലരും വാടകയ്ക്ക് താമസിക്കുന്നവർ കുടുംബത്തിൽ വാടക കൊടുക്കണം, എല്ലാ ചിലവുകളുമൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാവങ്ങൾ ഈ ഓട്ടോറിക്ഷയുമായിട്ട് അവിടെ ഇറങ്ങുന്നത്. ഇവിടെ ഇപ്പോൾ ബസ് വന്നിട്ട് ഈ വാട്ടർ മെട്രോയിൽ വരുന്നവരെ ആ ബസ്സിൽ കയറ്റി സിറ്റിയിലേക്ക് പല സ്ഥലങ്ങളിൽ ഇറക്കി കഴിഞ്ഞാൽ ഈ ഓട്ടോറിക്ഷക്കാരുടെ ഓട്ടോ ഒക്കെ പോകും. ഇവിടെയൊക്കെ പുരോഗമനം വേണം, പക്ഷേ സാധാരണക്കാരൻ്റെ ജീവിതം അതിന്മേൽ ഒരു മുറിവ് വീഴ്ത്തിക്കൊണ്ടാവരുത് പുരോഗമനം. ഇവിടെയൊക്കെ അവസ്ഥ അല്ലെങ്കിൽ തന്നെ സിറ്റിയിലൊക്കെ ഓട്ടോ കൂടുതലാണ്, ഓട്ടോറിക്ഷ അതിൻ്റെ ഓട്ടം പലർക്കും കുറവാണ്. ആ സ്ഥിതിക്ക് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിനെ അത് വല്ലാതെ ബാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ വലിയ ദുരന്തത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ കോർപ്പറേറ്റുകൾ വന്ന് എല്ലാം മാന്തിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കണേ, സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കൂടെ പോയിക്കൊണ്ടിരിക്കണേ പല മേഖലകളും. ഇന്ന് ഞാൻ ഈ ഓട്ടോറിക്ഷക്കാർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. നാളെ ഉണ്ടാവും ഇതുപോലെ പല ദുരന്ത കഥകൾ പറയാനായിട്ട്. ഞാനത് പറയാം അനുഭവങ്ങളിലൂടെ. നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക, ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അധികാരികൾ പാവപ്പെട്ടവൻ്റെ വേദനകൾ കാണാതെ പോകരുത്.